أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم رددناه أسفل سافلين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അത്തീൻ, ആയത് നമ്പർ 6. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ നാം അവനെ അധമരിൽ അധമനാക്കി മാറ്റുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് ഹരീഫ് മുസി സാനി റളിയല്ലാഹു അൻഹു പരിണാമതത്വവാദികളുടെ സിദ്ധാന്തമായ ആദ്യം വലാലത്തും പിന്നീട് പുരോഗതി പ്രാപിച്ചു എന്നുള്ള ആ സിദ്ധാന്തത്തെ ഗണ്ണിച്ചുകൊണ്ടുള്ള വിശദീകരണത്തിൽ വീണ്ടും തുടർന്ന് പറയുന്നു, യൂറോപ്യൻ പരിണാമ തത്വചിന്തകന്മാർ പറയുന്നത് ദൈവത്തിനെക്കുറിച്ചുള്ള ചിന്ത സമൂഹങ്ങളിൽ മെല്ലെ മെല്ലെയാണ് വന്നത്. ആദ്യം അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന വസ്തുക്കളെ ആരാധിക്കാൻ തുടങ്ങി. ഏതുപോലെ എന്നാൽ, അവർ ആകാശം നോക്കിയപ്പോൾ അവിടെ ഇടിമിന്നലുണ്ടായി, പല ആളുകൾക്കും അതിൽ നാശനഷ്ടമുണ്ടായി, ആളുകൾ മരിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ പേടിച്ച് അവർ അതിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പാമ്പിനെ കണ്ടപ്പോൾ പാമ്പ് കടിച്ച് പലരും മരണപ്പെടാൻ തുടങ്ങി. അങ്ങനെ അതിനോടുള്ള പേടി കൊണ്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അതുപോലെ നദികളിൽ ആളുകൾ മുങ്ങിമരിക്കുന്നത് കണ്ടപ്പോൾ അതിനോടുള്ള പേടി കൊണ്ട് നദികളെ ആരാധിക്കാൻ തുടങ്ങി. അതുപോലെ പർവ്വതങ്ങൾ മുഖാന്തരം ഉണ്ടായിട്ടുള്ള ആപത്തുകൾ കണ്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ ഏതെല്ലാം സാധനങ്ങളാണോ അവരെ ഭയപ്പെടുത്തിയത് അതിൻ്റെ മുമ്പിൽ അവർ കൈകൂപ്പാൻ തുടങ്ങി എന്നത്. അങ്ങനെ മനുഷ്യൻ ഏറ്റവും ഏറ്റവും താണ വസ്തുക്കളെയാണ് അവൻ്റെ ആരാധ്യ വസ്തുവായിട്ട് മനസ്സിലാക്കിയത് എന്ന് ഇവർ പറയുന്നു. പിന്നെ മെല്ലെ മെല്ലെ അവർ അസ്തിത്വമില്ലാത്ത സാധനങ്ങളെ ആരാധിക്കാൻ തുടങ്ങി എന്നിവർ പറയുന്നു. ഹുസൂർ പറയുന്നു, ഇവരുടെ അഭിപ്രായത്തിൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ തുടങ്ങിയിട്ട് പിന്നെ അസ്തിത്വമില്ലാത്ത വസ്തുക്കളിലേക്ക് ആരാധനയെ എത്തിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഹുസൂർ പറയുകയാണ്, ഈ അവരുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് പറയുകയാണ്, എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത് തികച്ചും തെറ്റാണ് എന്നാണ്. അതായത് ആദ്യം വലാലത്തായിരുന്നു, പിന്നീട് ഹിദായത്ത് പിന്നീടാണ് വന്നത് എന്നുള്ള ആ വാദം അത് തികച്ചും തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സത്യത്തിൽ നന്മ ആദ്യവും തിന്മ പിന്നെയുമാണ് ഉണ്ടായത്. ഇതുപോലെ ആദ്യം ആദം വന്നു, അദ്ദേഹം നന്മയുടെയും നാഗരികതയുടെയും അടിത്തറ പാകി. പിന്നെ അവർ വഴിപിഴച്ചപ്പോൾ നൂഹ് അലൈഹിസ്സലാം വന്നു. പിന്നെ തിന്മകൾ പെരുകിയപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അതായത് നന്മയുടെ കാലഘട്ടം ആദ്യവും തിന്മയുടെ കാലഘട്ടം പിന്നീടുമാണ് ഉണ്ടായത്. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ തത്വശാസ്ത്രവും പരിണാമ തത്വശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ആയത്തിന് രണ്ട് വിധ അർത്ഥങ്ങളുണ്ടെന്ന്. ഒന്ന് ഇജിത്തിമായ ഒരു പൊതുവായിട്ടുള്ള കൂട്ടമായിട്ടുള്ളൊരു അർത്ഥവും മറ്റൊന്ന് വ്യക്തിപരമായിട്ടുള്ളൊരു അർത്ഥവും ഉണ്ടെന്ന്. അതിൽ ഇജിത്തിമ, അതായത് പൊതുവായിട്ടുള്ള അർത്ഥമാണ് നമ്മൾ മേലെ വിവരിച്ച അർത്ഥം. ഇനി വ്യക്തിപരമായ അർത്ഥം എന്നത് പറയുന്നത്, അള്ളാഹു മനുഷ്യന് ഹിദായത്ത് നൽകി, അവന് വളരെ ഉന്നത നിലവാരത്തിൽ എത്താനുള്ള കഴിവ് നൽകി, നന്മയിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള കഴിവ് നൽകി. എന്നാൽ മനുഷ്യൻ അതിനെ തെറ്റായി ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവൻ അസ്ഫല സാഫിനിയിലേക്ക് വീഴ്ത്തപ്പെട്ടു. അതായത് മനുഷ്യന് രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന്, മനുഷ്യനെ മറ്റ് സൃഷ്ടികളിൽ നിന്ന് മികച്ചതാക്കിയ, അവനെ അഭിവൃദ്ധി കൈവരിക്കുന്ന രൂപത്തിലാക്കിയിരിക്കുന്ന കഴിവ്. അതായത് നന്മയുടെ ഭാഗത്തേക്ക് അവൻ പോവുകയാണെങ്കിൽ എല്ലാ സൃഷ്ടികളെക്കാളും
ഉന്നതനാകുന്നു. തിന്മകളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും ഏറ്റവും മോശമായിത്തീരുന്നു, അധമനായിത്തീരുന്നു. ഇതുപോലെ മനുഷ്യൻ്റെ ഈ അവസ്ഥ മറ്റ് സൃഷ്ടികളുമായി താരതമ്യം ചെയ്യുന്നതാണ്. അപ്പോൾ നന്മയിൽ അഭിവൃദ്ധി കൈവരിക്കുമ്പോൾ അവൻ എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമനാകുന്നു. തിന്മയുടെ ഭാഗത്ത് പോകുമ്പോൾ എല്ലാ സൃഷ്ടികളെക്കാളും അധമനായിത്തീരുകയും ചെയ്യുന്നു. പിന്നെ ഹുദൂർ പറയുന്നു, മനുഷ്യന് നന്മയിൽ മുന്നേറുകയാണെങ്കിൽ എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമനായിത്തീരുന്നു. തിന്മയിലാണ് മുന്നേറുന്നതെങ്കിൽ ഹുദൂർ പറയുകയാണ്, കുത്തോം ഓർ സൂറോം സേ ബി ഗിർ ജാത്ത ഹെ, നായ്ക്കളെക്കാളും പന്നികളെക്കാളും തരം താണവനായിത്തീരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ അഭിവൃദ്ധി കൈവരിച്ച് അവൻ മലക്കുകളെക്കാളും ഉന്നത നിലയിൽ എത്തിച്ചേരുന്നു. എന്നാൽ വീണുപോയാൽ ശൈത്താനേക്കാളും താഴ്ന്ന നിലയിലേക്ക് അവൻ വീണു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ആയത്തിന് മറ്റൊരു അർത്ഥം എന്നുള്ളത് മനുഷ്യൻ്റെ കഴിവുകളെ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒന്നുമില്ലെങ്കിൽ മനുഷ്യൻ മോമിനായിത്തീരുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ കാഫിറായിത്തീരുന്നു എന്നുള്ളതാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.